എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ചധികം ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ലോങ് വീഡിയോസ് കുറച്ച് കുറവാണ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഷോർട്സുകൾ ചെയ്യാറുണ്ട്, ലോങ് വീഡിയോസുകൾ ഞാൻ ചെയ്യാറില്ല, കുറവാണ്. കുറേ നാളായി ഞാൻ ചെയ്തിട്ട്. ഇന്ന് ഞാൻ എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, നമ്മൾ സ്ത്രീകൾ ഒരു പ്രായം, നമുക്ക് ഒരു 20-25 വയസ്സിനുള്ള നമ്മുടെ മക്കളൊക്കെ ആയി, അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി, ജോലിയാണെങ്കിൽ ജോലി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതം ഒരു 30 വയസ്സിനുള്ളിൽ കുട്ടികളൊക്കെ ഉണ്ടാവനും എല്ലാതും കഴിഞ്ഞ് ഒന്ന് സെറ്റിലായ പോലെ 35 വയസ്സോടെ ഒരുവിധമൊക്കെ എല്ലാവരും സെറ്റിലാവും. അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ് ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ആ മെൻസസ് ഉള്ള ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞോടുകൂടി എല്ലാവരും ഒരു പെരിമെനോപോസ് എന്ന് പറഞ്ഞുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തും. ആ സ്ഥിതി അതിൻ്റെ ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല അവസ്ഥകളും, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് പലരും പലതരത്തിൽ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെയാണ് പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു അവസ്ഥകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുവരയ്ക്കും ഒരു 45-48 വയസ്സ് വരെ, ഒരു 45 വയസ്സ് വരയ്ക്കും എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ, വളരെ ഹാപ്പി ആയിട്ട്. അതിന് ശേഷം എനിക്കെന്നെ മനസ്സിലാവണില്ല, എനിക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല, എന്താ എനിക്ക് പറ്റിയേ, എന്താ എനിക്കറിയില്ല. നമുക്കെന്താ വീട്ടിലൊരു പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല, പക്ഷേ നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു സന്തോഷക്കുറവ്, പിന്നെ ആകെ ഒരു അസ്വസ്ഥത. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു വിഷമമുണ്ടല്ലോ. സാധാരണ നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഇന്നതാണ് എനിക്ക് വിഷമം നമുക്ക് മനസ്സിലാവും. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇന്നതുകൊണ്ടാണ് എനിക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാരണം അറിയാത്തൊരു വിഷമം, അതായിരുന്നു എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ഞാനും വിചാരിച്ചു, എന്താ എനിക്കിങ്ങനെ വിഷമം, എനിക്ക് എന്താ വിഷമം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടില്ല. എന്താണ് നമുക്ക് വിഷമം എന്ന് നമുക്ക് മനസ്സിലാവണമില്ല. ഒന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീടിലായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് വല്ല വയ്യായികളെന്ന് പറയാനുള്ളൊരു വയ്യായികളും ഇല്ല അന്ന്. അപ്പോൾ ഞാൻ എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്കറിയണില്ല. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമമായി, എനിക്ക് വെറുതെ കരച്ചിൽ വരിക, വെറുതെ ഒരു വിഷമം, വെറുതെ നമുക്ക് ആലോചിച്ച് സങ്കടം വരിക, എന്നാൽ വല്ല ആലോചിക്കാനുള്ളതൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴൊന്നും എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്താണെന്ന് മനസ്സിലാവണില്ല. സാധാരണ രീതിയിൽ മെൻസസൊക്കെ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാലാവില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പണിയെടുത്ത് നിൽക്കുമ്പോഴേക്കും കുറച്ച് നേരം ചിലപ്പോൾ വെറുതെ നമ്മളിരുന്ന് TV കാണാതിരിക്കാം. ആ സമയത്തായാലും അതെ, നമുക്കിങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ വിയർത്ത്, നമുക്കവിടെ നമ്മുടെ ശരീരത്തിൽ വെള്ളം അങ്ങനെ ഒഴുകി, നമുക്ക് ആകെ കൂടി നെഞ്ഞത്തും ഒക്കെ ആകെ കൂടി ഒരു വിഷമം, എന്താണെന്നറിയാത്തൊരു ബുദ്ധിമുട്ട്. എന്താ നമുക്ക് മനസ്സിലാവേണ്ട ഈ ബുദ്ധിമുട്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെന്ത് ഞാൻ വെച്ചാൽ ഹാർട്ടിന് വല്ല അസുഖമാണോ, എന്താണെന്ന് മനസ്സിലാവണില്ല. ഡോക്ടറെ കാണാൻ പോകാനായിട്ട് എനിക്ക് പേടി. ഇനിയിപ്പോൾ ഇത് എന്താ വേറെ എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും നമ്മൾ കൊണ്ട് നടക്കണ്ടേ, പേടിച്ച് സഹിച്ച് നടക്കണ്ടേ. അപ്പോൾ സ്വതവേ തന്നെ എനിക്ക് ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ഇഷ്ടം കുറവാണ്. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഒരു ടെൻഷനാണ്. അവരിനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ രോഗത്തിൻ്റെ പിന്നാലെ പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം പിന്നെ ഞാനത് കൂടുതലൊന്നും ഞാനങ്ങനെ കാണാനൊന്നും പോയില്ല. പക്ഷെ ഞാൻ വേറെ ചില ഡോക്ടർമാർ, ഇപ്പം നമ്മളിപ്പോൾ അടുത്തുള്ള ഫിസിഷ്യൻ സാധാരണ കാണുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ നെഞ്ഞിടിപ്പ് വല്ലാണ്ട് കൂടുക, എനിക്ക് ആ കൂടി വിയർക്കുക, ഭയങ്കര ക്ഷീണം, ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവണുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ അവസ്ഥകളൊക്കെ നമുക്ക് മാറി വരുന്നുണ്ട്. നമുക്ക് ആകെ നെഞ്ചൊക്കെ ഇവിടുന്ന് പടപട ഇടിക്കുക, നമുക്ക് ഭയങ്കര ക്ഷീണം, കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, അങ്ങനെയുള്ളൊരവസ്ഥ കുറച്ചധികം നാളെ എനിക്കുണ്ടായി.
അപ്പോഴും ഞാനങ്ങനെ ഡോക്ടർമാരോട് പറയുമ്പോൾ അപ്പോൾ അവർ അതത്ര വലിയൊരു പ്രശ്നമൊന്നായിട്ട് അവർക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെല്ലണ സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റണില്ലല്ലോ ഡോക്ടറെ അടുത്തേക്ക്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ അവരെന്തെങ്കിലും വല്ല വിറ്റാമിൻ്റെ മരുന്ന് അങ്ങനെയൊക്കെ എഴുതി, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ആയിരിക്കും, ഗ്യാസ് ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് അങ്ങനെ നിന്നു. അത് കുറച്ച് നാളൊക്കെ അങ്ങനെ ഞാൻ കഴിച്ചു. കുറച്ച് നാളൊക്കെ അങ്ങനെ കടന്നു. കുറച്ച് നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 കൊല്ലങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോഴുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ധാരാളം, സ്ത്രീകൾ ധാരാളം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല, ഇത് എന്തിൻ്റെ ആണെന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് പിന്നെ ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെൻസസ് സ്റ്റോപ്പായി. സ്റ്റോപ്പായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അവസ്ഥകൾ, ഈ ഉഷ്ണം, വിയർക്കണത്, ക്ഷീണം, അതിനൊക്കെ കുറേ കുറവ് വന്നു. അപ്പം പിന്നീടാണ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വേറൊരു ആവശ്യത്തിന് പോകേണ്ട വന്നപ്പോൾ അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, ശരീരം വിയർക്കുക, മിതമായി ചൂട്, ക്ഷീണം, പിന്നെ ഓർമ്മക്കുറവ്, പിന്നെ എന്തൊക്കെ പല 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 ബുദ്ധിമുട്ടുകൾ എന്നോട് ചോദിച്ചു. ആ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു. അവരെല്ലാതും ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ് അവർ നമ്മളോട് ഇതാവണം. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ദേഷ്യം, ഭയങ്കര ദേഷ്യം വരില്ലേ, അതുണ്ടായി. നമുക്ക് മിണ്ടുമ്പോഴേക്കും നമുക്ക് എല്ലാവരോടും ദേഷ്യമാണ്. എന്തിനാ ഈ ദേഷ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ലേ. നമ്മുടെ വീട്ടിലുള്ളവർ വിചാരിക്കും ഇതെന്തിനാ ഈ മക്കളാണെങ്കിൽ വിചാരിക്കും അമ്മ എന്തിനാ ദേഷ്യപ്പെടണേ, അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ ഇവളെന്തിനാണ് എന്നോട് ഇങ്ങനെ ചൂടാവണേന്ന് വിചാരിക്കും. നമുക്കെല്ലാവരോടും ഒരു ദേഷ്യം, ആകെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെ ഭയങ്കര ദേഷ്യം, മൂക്കത്ത് കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മിണ്ടീനും തൊട്ടേനും നിസ്സാര കാര്യങ്ങളായിരിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാ ഈ കാര്യത്തിനൊക്കെ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നേന്ന്. അപ്പോൾ നമ്മുടെ ദേഷ്യം കൂടുതലും സഹിക്കേണ്ടി വരിക നമ്മുടെ ഹസ്ബൻഡാണ്. എല്ലാവരുടെയും ഭർത്താക്കന്മാരാണല്ലോ നമ്മളെ കൊണ്ട് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. എന്ന് പറഞ്ഞ പോലെ അവരായിട്ട് കൂടുതൽ നമ്മൾക്ക് മിണ്ടുമ്പോൾ ദേഷ്യം വരുമ്പോൾ അവരും വിചാരിക്കും ഇവൾ എന്തെങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി അവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പറയണില്ല എന്ന് മാത്രമേ ഉണ്ടാവാണ്ട് നിൽക്കില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന കുറേ ആളുകളുണ്ടായി, കുറേ സ്ത്രീകളുണ്ടായിരിക്കും. അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുണ്ടാവില്ല. സത്യത്തിൽ ഇത് പേടിക്കാനില്ല, ഇത് ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണ്. ഇതിൽ കൂടെ കടന്നു പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരും. കുറച്ച് നാൾ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ മാറും. എന്നാൽ ചിലവർക്ക് മനസ്സ് നിൽക്കണത് അവരറിയാറന്നില്ല എന്നാണ് പറയണത്. അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വയ്യായ ബുദ്ധിമുട്ടോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് നിന്നത് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ഭാഗ്യം എന്നാ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കുറേ പ്രശ്നം, മാനസികവും ശാരീരികവുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ അനുഭവിക്കുന്നവർ കുറേ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരുപോലെയല്ല. അപ്പം അത് കാരണം ഞാൻ ഇന്ന് എന്തായാലും നിങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യമൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാവരും, ഇപ്പോൾ നമ്മൾ പ്രായമായ ആളുകളാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി വരാനിരിക്കുന്നവരും ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഒന്ന് വെച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 99% ഈ ടൈം ഒരു 40-45 വയസ്സോട് കൂടിയിട്ട് ഇതൊക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറൊന്നും ആവില്ല. എനിക്കന്ന് ഒന്നും അറിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷെ നമുക്കിങ്ങനെയൊക്കെ ഡോക്ടർമാരുടെ ഓരോ ഇൻ്റർവ്യൂകൾ അവർ പറയുന്നതൊക്കെ കണ്ടും കേട്ടിട്ടൊക്കെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അറിവുകളൊക്കെ കിട്ടുന്നുണ്ട്. ആദ്യം നമുക്കൊരു 10 കൊല്ലം മുന്നേ ഒന്നും ഇപ്പോൾ ഈ സൗകര്യങ്ങളൊന്നും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അത് നമുക്കിട്ടൊന്നും ഇപ്പോൾ എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചോളൂ. ചിലപ്പോൾ ഇനി പ്രായത്തിനനുസരിച്ചുള്ളവർ ഇപ്പോൾ 30-40 വയസ്സുള്ളവർക്ക്, 30 വയസ്സുള്ളവർക്ക് സമയം കിടക്കുന്നുണ്ട്. അല്ല ഒരു 40-45 വയസ്സായുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് 90% ഇതിൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതൊക്കെ ശരിയാവും. ഒക്കെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. എനിക്ക് പിന്നെയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത് ഞാനിനി അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയുടെ സമയം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എനിക്കുണ്ടായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ
നിങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും.